ഇത്രയും കരിമീൻ നമ്മൾ പിടിച്ചതാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാൽ നിങ്ങൾ വിശ്വസിക്കണം, ഇത് ഞങ്ങൾ പിടിച്ചതാണ്. ഞാൻ പിടിച്ചില്ലെങ്കിലും എൻ്റെ കൂടെ ഉള്ളവർ പിടിച്ചതാണ്. അപ്പം നമ്മൾ എല്ലാ ആഴ്ചയും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സൺഡേ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സൺഡേ നമ്മൾ മീൻ പിടിക്കാൻ പോകാറുണ്ട്. അങ്ങനെ ഈ ആഴ്ച നമ്മൾ പോയതാണ്. നമ്മൾ കരിമീൻ പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയത് കേട്ടോ. എനിക്ക് പോവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലേസ്, ഇതൊരു മാംഗ്ലൂർ ഹിഡൻ ബ്യൂട്ടിയാണ്. എവിടെയാണെന്നൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. നമ്മളുടെ ഒരു സീക്രട്ട് സ്പേസ് ആണിത്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പം ഇവിടെ വന്നാൽ നമുക്ക് ഇത്രയും നാൾ നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മീൻ പിടിക്കാൻ. ഞാൻ ഈ പറയുന്ന മീൻ പിടിക്കാൻ പോകാന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര മീൻ ഇതൊക്കെ കഴിക്കുന്നു, ഞാൻ അത് കഴിക്കൂല, എനിക്ക് ഇതിന്റെ സ്മെല്ലൊന്നും ഇഷ്ടമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചൂണ്ടയിടാറുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇങ്ങനെ ഇടുന്നതാണ്. എനിക്ക് അങ്ങനെ വലിയ വലിയ മീനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഇതിന് മുന്നേ പോയ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഇതുപോലെ കരിമീൻ കിട്ടിയിട്ടില്ല. ഇവിടെ നിന്നാണ് നമുക്ക് എല്ലാവർക്കും കരിമീൻ കിട്ടുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരാന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം അക്ഷയേട്ടൻ ചാടി വരും. അക്ഷയേട്ടനാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നല്ല വലിയ വലിയ മീനുകളും കിട്ടും. പക്ഷെ ഈ പ്രാവശ്യം ഇത് ആദ്യമായിട്ടാണ് ഇത്രയും അധികം കരിമീൻ കിട്ടുന്നത്. എല്ലാ പ്രാവശ്യവും ഇത്ര കരിമീൻ കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ്ടോ ഇവിടെ ഇവിടെ ഇരുന്നിട്ടാണ് ഇവർ മീൻ പിടിക്കുക. ഞാനും അവിടെ ഇരിക്കാറുണ്ട്. എനിക്ക് വെള്ളമൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ ഞാൻ ധൈര്യത്തോടെ ഇരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവര് ആരെങ്കിലും ഒരാൾ ഞാൻ ചാടിയാൽ എന്നെ രക്ഷിക്കാൻ വരും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ദെൻ ഓക്കെ ബൈ ഗായ്സ്, നമ്മൾ മീനൊക്കെ പിടിച്ചൊരു 2-3 അവേഴ്സിൽ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു കേട്ടോ.